ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ടിൽ 2020 വരെ നമുക്ക് ഓൺലൈൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു FMGക്ക് വന്നിരുന്നത്. പക്ഷേ അതിനുശേഷം ആളുകൾക്ക് മനസ്സിലായി ഇതിൻ്റെ ട്രെൻഡ് ഒരു ക്ലിനിക്കൽ ടൈപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ 10,000 ആളുകൾ മാത്രമേ പാസ്സായിട്ടുള്ളൂ. അറൗണ്ട് 23% മാത്രമേ പാസിംഗ് പെർസെൻറ്റേജ് ഉള്ളൂ. FMG എന്നുള്ളത് വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാം ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ FMG എക്സാംസിന്റെ പാസ് റേറ്റിനെ പറ്റിയിട്ട് ആഷിക്ക് എന്താണ് പറയാനുള്ളത്? ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ടിൽ 2020 വരെ നമുക്ക് ഓൺലൈൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു FMGക്ക് വന്നിരുന്നത്. പക്ഷേ 2020 പെട്ടെന്ന് തന്നെ അവരെന്ത് ചെയ്തു, ക്ലിനിക്കൽ ടൈപ്പിലോട്ട് മാറ്റി. ആ ഒരു സമയത്ത് ഡിസംബറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും വെറും 8% മാത്രമേ എന്തേ ഉള്ളൂ പാസിംഗ് പെർസെൻറ്റേജ് ഉള്ളൂ. അതിനുശേഷം ആളുകൾക്ക് മനസ്സിലായി ഇതിൻ്റെ ട്രെൻഡ് ഒരു ക്ലിനിക്കൽ ടൈപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം അധികം 20%, 23%, 18% ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, പാസിംഗ് പെർസെൻറ്റേജ് ഉണ്ട്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ജൂലൈ എക്സാമും ഈ കഴിഞ്ഞ ജനുവരി എക്സാം ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ജൂലൈ എക്സാമിൽ അറൗണ്ട് 36,000 ആളുകൾ എന്ത് ചെയ്തു, എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിൽ അറൗണ്ട് ഒരു 8,000 ആളുകളാണ് പാസ് ചെയ്തിട്ടുള്ളത്. അറൗണ്ട് 18% പാസിംഗ് പെർസെൻറ്റേജ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഞാൻ എഴുതി Jan 26 അറൗണ്ട് 43,000 ആളുകൾ എക്സാം എഴുതി. അതിൽ 10,000 ആളുകൾ മാത്രമേ പാസ്സായിട്ടുള്ളൂ. അറൗണ്ട് 23% മാത്രമേ പാസിംഗ് പെർസെൻറ്റേജ് ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ജൂലൈയിൽ അറൗണ്ട് 28,000 ആളുകൾ എന്തുണ്ട്, ഫെയിൽ ആയിട്ടുണ്ട്. ഈ ഒരു എക്സാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും അറൗണ്ട് ഒരു 33,000 ആളുകൾ എന്തായിട്ടുണ്ട്, ഫെയിൽ ആയിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് ഫ്രഷേഴ്സ് ഉണ്ടാവും, റിപ്പീറ്റേഴ്സ് ഉണ്ടാവും, റിപ്പീറ്റേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഈ റീസെൻ്റ്ലി Jan 26 10,000 ആളുകളാണ് പാസ്സായിട്ടുള്ളത് എന്നെങ്കിലും നിങ്ങളൊരു എക്സാക്ട്ലി ഒരു കമ്പാരിസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ 5,000 ആളുകൾ ഇപ്പോൾ ഫ്രഷേഴ്സ്, 5,000 ആളുകൾ എന്താ റിപ്പീറ്റേഴ്സ്, റിപ്പീറ്റേഴ്സ് എല്ലാം കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ റേഷ്യോ കുറവായിരിക്കും. പക്ഷേ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എത്രത്തോളം നമ്മൾ സ്ട്രാറ്റജിക്കലായിട്ടുള്ള റിവിഷൻ നടത്തിയിട്ട് എക്സാം അപ്പിയർ ചെയ്യുന്നോ അപ്പോൾ നമ്മൾ പാസ്സാവും. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു റീസൺ. പാസ്സാവാനുള്ള ഒരു സ്ട്രാറ്റജിയും അത് തന്നെയാണ്. റിവിഷൻ ഈസ് ദ മെയിൻ കീ എന്നാണ്.